ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് നമ്മുടെ മുത്തശ്ശി വാതിൽ തുറക്കുമ്പോൾ വിരുന്നുകാർ നിൽക്കുക കേട്ടോ. ഇതാര്, വാ വാ കയറി വാ എന്നിങ്ങനെ പറയാണ്. സോറി, കല്യാണത്തിന് വരാൻ പറ്റില്ല. ഇതേ വന്നിരിക്കുന്നത് ആരെന്ന് നോക്കി. അഞ്ജലി മോളെ സുഖം തന്നെയല്ലേ? സുഖം തന്നെയാ. അല്ല, ചെറിയച്ഛനും ചെറിയമ്മയൊന്നും കല്യാണത്തിന് വന്നില്ലല്ലോ, എന്ത് പറയാനാ, തിരക്കായി പോയി മോളെ എന്ന് പറയാം. മനോരമ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ മനോരമേ, ഒരു വിഷമം പോലെ? ഒന്നുമില്ല, എൻ്റെ മോൻ അവന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണുകിണെ കെട്ടിക്കൊണ്ട് വന്നു, അത് ആക്സെപ്റ്റ് ചെയ്യാനല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ കയറി വാ, ഇരിക്കി എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ഇരുത്തുവാണ്. അതേസമയം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, ഈശ്വര, ഈ സാരി എനിക്ക് ഭയങ്കര ടൈറ്റാണെന്ന് തോന്നണല്ലോ, ഈ ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുക കേട്ടോ. പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോൾ ശ്രുതിയുടെ പാദസരം അവിടെ അഴിഞ്ഞ് കിടക്കുന്നത് കാണുന്നത്, എൻ്റെ കുട്ടീഷ്ണ ഇതിൻ്റെ പാദസരമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പാദസരം ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി മനസ്സ് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിതിൻ്റെ കുട്ടീഷ്ണനെ വിളിക്കണത്, എപ്പോഴും വിളിച്ച് എന്നെ അവസാനം ഈ അവസ്ഥയിലാക്കില്ല, ഇനി ഞാൻ കുട്ടീഷ്ണനെ വിളിക്കില്ല, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ പാദസരം എടുക്കാൻ വേണ്ടി കുനിയുമ്പോഴേക്കും ബ്ലൗസ് കീറി പോകട്ടോ. അയ്യോ, കീറി, ബ്ലൗസ് കീറി, ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, മാറിടാനൊരു ഡ്രസ്സ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അലമാര തുറന്നിട്ട് അവിടെ നിന്നൊരു അശ്വിൻ്റെ ഷർട്ട് എടുത്തിട്ട് ശ്രുതി വേഗം തന്നെ ആ ഷർട്ട് എടുത്തിട്ട് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അതേസമയം നമ്മുടെ മനോരമയാണെങ്കിൽ മുകളിലേക്ക് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അത് തൊട്ട് പിന്നിലെ മോഹൻ ഞങ്ങളും പോകുന്നുണ്ട് കേട്ടോ. ശേഷം ശ്രുതിയാണെങ്കിൽ അഞ്ജലി മുകളിലേക്ക് കയറാൻ പോണ സമയത്ത് പെട്ടെന്നൊരു തലകറക്കം പോലെ വരുവാണ്. അഞ്ജലി വീഴാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് അശ്വിൻ കയറി ഇങ്ങനെ പിടിക്കുക കേട്ടോ. എന്താ ചേച്ചി ഇത്, നോക്കിയിട്ടൊക്കെ വരണ്ടേ? ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം മറന്നുപോയോ? ചേച്ചി എന്തിനിപ്പോൾ മുകളിലേക്ക് കയറാൻ പോയത്? ശ്രദ്ധിക്കേണ്ട ചേച്ചി ശരീരമൊക്കെ. അതെ, എൻ്റെ കാര്യം ഞാൻ നോക്കാൻ എനിക്കറിയാം. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ എന്താ ചെയ്യാതിരുന്നത്? എന്ത് കാര്യം ചേച്ചി എന്നോട് പറഞ്ഞത്? നീ അപ്പോഴേക്കും മറന്നോ? അമ്മയുടെ വളകൾ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു, നീ അത് കൊടുത്തോ? അയ്യോ സോറി ചേച്ചി, അത് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാ, പെട്ടെന്ന് ഞാൻ എന്തോ മറന്നുപോയി. ഇതൊക്കെ മറക്കാവോ കുഞ്ഞാ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്, നിനക്ക് അറിയില്ലേ? സോറി ചേച്ചി, ഞാൻ അത് മറന്നുപോയി. ഞാൻ ഇപ്പോൾ തന്നെ ശ്രുതിക്ക് കൊടുക്കാം. ചേച്ചി എന്ന് നിലത്തേക്ക് പോയിക്കോ, ഞാൻ കൊടുത്തോളാം എന്ന് പറയണം. അങ്ങനെ അശ്വിൻ മുകളിലേക്ക് പോണ സമയത്ത് മനോരമ അവിടെ നിൽക്കുന്നത് കാണും കേട്ടോ. പെട്ടെന്ന് മോഹൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മനോരമ നീ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല മോഹനേട്ടാ, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ചീഞ്ഞ് നാറുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അത് കണ്ടുപിടിക്കാൻ ഏറ്റവും മിടുക്കി നീയാ. ഇവിടുത്തെ എന്ത് കാര്യം ആദ്യം കണ്ടുപിടിച്ചിരിക്കേണ്ടത് നീയാണല്ലോ. അത് മോഹനേട്ടൻ പറഞ്ഞാൽ ശരിയാ, എനിക്കതിനുള്ള ബുദ്ധിയും അതുപോലെ തന്നെ ശക്തിയൊക്കെ നന്നായിട്ടുണ്ട്. അല്ല, നീ ഇപ്പം എന്താ നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്? അതോ, ഞാൻ രാവിലെ അശ്വിൻ്റെ റൂമിലേക്ക് പോയപ്പോഴേ അവിടെ ബെഡ്ഷീറ്റും തലയിണയൊക്കെ ബാൽക്കണിയിലിരിക്കുന്നു. അശ്വിൻ അല്ലെങ്കിൽ ശ്രുതി ഇവരിൽ ആരോ പുറത്താണ് മോഹനേട്ട കിടക്കണത് എന്നിനെ പറയാണ്. ഇത് കേൾക്കണം അശ്വിൻ ആകെ ഞെട്ടിയിട്ട് ഒളിഞ്ഞു കേൾക്കുവാട്ടോ ഇവിടെ സംസാരം. മോഹൻ ഞങ്ങൾ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ഒരു കാറ്റ് കൊള്ളാൻ വേണ്ടി എങ്ങാനും പുറത്തിരുന്നതായിരിക്കും. എൻ്റെ മോഹനേട്ട കാറ്റ് കൊള്ളണമെങ്കിൽ ഉള്ളിൽ AC ഇല്ലേ, അത് ഇട്ടാൽ പോരെ? ഇത് വേറെ എന്തോ ഇഷ്യൂ ഉണ്ട് മോഹനേട്ട. എൻ്റെ മനോരമേ, നിനക്ക് അത്രയ്ക്ക് വലിയ ഡൗട്ടാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം കുഞ്ഞിനോട് തന്നെ ചോദിക്കുക, അവൻ നിൻ്റെ എല്ലാ സംശയങ്ങളും മാറ്റിത്തരും. എൻ്റെ മോഹനേട്ടാ, ഇതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, ഈ മനോരമ കണ്ടുപിടിക്കുന്നുണ്ട്. നീ എന്താ ചെയ് എന്ന് പറഞ്ഞിട്ട് മോഹൻ ഞങ്ങളോട് ഒന്ന് പോകുകയാണ്. ശേഷം മനോരമ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അത് കാണുന്ന അശ്വിൻ എന്തോ ഒരു സംശയം തോന്നിയിട്ട് അശ്വിൻ വേഗം തന്നെ റൂമിലേക്ക് വാതിൽ തുറക്കുവാണ്. വാതിൽ തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി പേടിച്ചിട്ട് അവിടെ നിന്ന് വേഗം ഒളിച്ച് കർട്ടൻ്റെ പുറകെ പോയി ഒളിച്ച് നിൽക്കുക കേട്ടോ. ശ്രുതിയുടെ അടുത്ത് പെട്ടെന്ന് കർട്ടൻ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴേക്കും ശ്രുതി അവിടെ ഒളിച്ച് നിൽക്കണ കാണാണ്. നീ എന്താ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുവാണോ? നീ ഇതെന്താ എടുത്തിരിക്കണത്? ഇത് എൻ്റെ ഷർട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നിന്നോട് ആര് പറടി എൻ്റെ ഷർട്ട്? പെട്ടെന്നാണ് അശ്വിൻ നോക്കുമ്പോഴേക്കും മനോരമ അവിടുന്ന് ഒളിഞ്ഞു നോക്കണത് കാണുന്നത്. നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? നീ ഇവിടെ ഇരിക്കുകയായിരുന്നല്ലേ, ഞാൻ ഈ റൂമിലൊക്കെ നിന്നെ തപ്പുമായിരുന്നു, ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ഒളിച്ച് നിന്നതാണല്ലേ. നിൻ്റെ കുട്ടികളെയൊക്കെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇതെന്താ എൻ്റെ ഷർട്ടോ? കൊള്ളാലോ, നിനക്ക് ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്, നീ നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മനോരമ, ഇതെന്താ ഇങ്ങനെ കുനൻ ഇത്ര റൊമാൻറ്റിക് ആവുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഓവർ ആക്ടിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ മനോരമ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മനോരമ വീണ്ടും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. ആ സമയത്ത് അശ്വിൻ വീണ്ടും ശ്രുതിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ആര് പണ്ടി കുരുത്തം കേട്ടോളെ എൻ്റെ ഷർട്ട് എടുത്തിടാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഡാൻസ് കളിക്കുന്ന പോലെ കാണിക്കുക കേട്ടോ. ആ സമയത്ത് മനോരമ, എന്തോ ഓവർ ആക്ടിങ്ങിൽ എന്തോ സംതിങ് പ്രശ്നമുണ്ട്, മനോരമ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുകയാണ്. മനോരമ പോയി കഴിയുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആര് പറയാം എൻ്റെ ഷർട്ട് എടുത്തിടാനിട്ട്? നീ അത് കീറിയും ചെയ്തല്ലേ? നോക്ക്, ഞാൻ ഇവിടെ അഭിനയിച്ചത് വേറൊന്നും കൊണ്ടിട്ടല്ല. മനോരമാൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ബാൽക്കണി കിടന്ന ബെഡ്ഷീറ്റും തലേണയൊക്കെ നിനക്കെടുത്ത് അകത്ത് വെച്ചൂടെ? ആവശ്യം കഴിഞ്ഞാൽ അത് കണ്ട് സംശയം തോന്നിട്ടാ മനോരമാൻ്റെ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാൻ നിൽക്കുക കേട്ടോ. അത് പോരാണ്ട് എൻ്റെ ഷർട്ട് എടുത്തിട്ട് ആ ഷർട്ടും കീറിയിരിക്കുന്നു. മര്യാദയ്ക്ക് എൻ്റെ ഷർട്ട് ഊരിയിട്ടിട്ട് എന്നിട്ട് അലക്കി തേച്ച് കലമാരത്തിനെ കൊണ്ടുപോയി വെച്ചു. നിന്നോട് ആര് പറയണ്ടേ എൻ്റെ ഷർട്ട് എടുക്കാൻ? അത് ഞാൻ ഇട്ടിരുന്ന ബ്ലൗസ് അത് കീറിപ്പോയി,
എന്താ നിനക്ക് വേറെ ഡ്രസ്സൊന്നും ഇടാനായിട്ട്? അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറഞ്ഞു മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിന് മുമ്പ് ഒരു സീനും കൂടി ഉണ്ട്. മനോരമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ ശ്രുതിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വള ഇട്ട് കൊടുക്കുന്ന ഭാഗം കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് ഇറങ്ങിപ്പോണത് ശേഷമാണ് ശ്രുതിനെ അശ്വിൻ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണതും കാണിക്കണത്. പിന്നീട് കാണിക്കുന്ന ആ ഗസ്റ്റിനെയാണ്. ആ ഗസ്റ്റുകൾ പറയുന്നുണ്ട് ഓ എന്ത് ചെയ്യാനാണ് ആ ചെറിയച്ഛൻ എന്ന് പറഞ്ഞ ആൾ പറയുന്നുണ്ട് എനിക്ക് ഇവരുടെ കല്യാണ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു, ഞാൻ ഇവരോട് പോകാൻ വേണ്ടി പറഞ്ഞതാ, അപ്പോൾ ഇവളും മറന്നുപോയി, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് വന്നേക്കാന്ന് വിചാരിച്ചു, അപ്പോൾ ഇവളും വരുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അല്ല മരുമകളെ കണ്ടില്ലല്ലോ ഇതുവരെയിട്ടും, ആളിവിടെ ഇല്ലേ? ആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ആ ചേച്ചി ചോദിക്കുന്നുണ്ട് എന്താ മനോരമേ നിൻ്റെ മരുമകളെ കാണിക്കാൻ വേണ്ടി നിനക്ക് ഭയങ്കര മടിയാണെന്ന് തോന്നുന്നു, നിൻ്റെ മരുമകളൊന്ന് വിളിക്ക്, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, ഞങ്ങളിതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ യെസ് 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 എന്ന് പറയാണ്. ഏത് മരുമകളെ കാണിക്കും എന്ന കാഴ്ച മനോരമ ഇങ്ങനെ നിൽക്കുവാണ്. അഞ്ജലി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അഞ്ജലി മോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുക. എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ആൻറ്റി? അതെ ഇവിടെ എന്തൊക്കെയോ ഒരു സംതിങ്. എന്താ മനോരമയുടെ സംസാരം എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അതോ അതെനിക്കൊരു കാര്യം പറയാൻ, ഇത് ഗസ്റ്റുകളോട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നിങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ പിന്നീട് പറയാം എന്ന് പറയണം. അപ്പം അഞ്ജലി പറയണ്ടേ അതെ അതെ പിന്നീട് പറയാം ആൻറ്റി, അതൊക്കെ പിന്നീട് പറയാം, ദേ ഗസ്റ്റുകൾ കാത്തിരിക്കുക, മരുമകളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഏത് മരുമകളെ വിളിക്കാനായിട്ടാ? 2 മരുമക്കളുണ്ടല്ലോ, അതിലാരെ വിളിക്കാനാണ് ഉദ്ദേശിക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗസ്റ്റ് എന്താ മരുമകൾ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പെട്ടെന്ന് തന്നെ പ്രീതി അങ്ങോട്ടേക്ക് വരുവാണ്. പ്രീതിനെ കണ്ടിട്ട് അവരെല്ലാവരും ആ ദേ മനോരമയുടെ മരുമകൾ വന്നു എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നും നമ്മുടെ ശ്രുതിയും അവിടെ നിന്ന് ഇറങ്ങി വരുക കേട്ടോ. ശ്രുതിനെ കാണുമ്പോഴേക്കും ഗസ്റ്റുകൾ ഇങ്ങനെ മാറി മാറി നോക്കുവാണ്. ഇതിലേതാ മനോരമയുടെ മരുമകൾ എന്ന രീതിയിൽ രണ്ടുപേരെ മാറി മാറി നോക്കുവാണ്. ശ്രുതിനെയും അതുപോലെ തന്നെ പ്രീതിയെയും ഒരുമിച്ച് കാണുമ്പോൾ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശി മനോരമയും കൂടിയിട്ട് അവരുടെ മുഖത്തേക്കും ഇങ്ങനെ മാറി മാറി നോക്കുക കേട്ടോ. പരസ്പരം എന്ത് പറയണമെന്നറിയാണ്ട് എല്ലാവരും വായ പൊളിച്ച് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. കൂടുതലും അവരിങ്ങനെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗങ്ങളും അങ്ങനെ ഇങ്ങനെ സംസാരിക്കാതെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഡയലോഗ്സ് വളരെ കുറവായിരുന്നു. ബാക്കിയുള്ള ഭാഗങ്ങളായിരുന്നു കൂടുതൽ. ബാക്കി നാളെ എന്തായാലും ശ്രുതിയും അശ്വിനും തമ്മിലുള്ള വഴക്കുകളായിരിക്കും കാണിക്കുന്നുണ്ടാവും. മറ്റേ എൻ്റെ അമ്മായി വരുന്ന ഭാഗമൊക്കെ നാളെയാണ് കേട്ടോ. അതായത് പ്രീതിനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുന്ന ഭാഗം ഞാൻ പറഞ്ഞില്ലേ, അത് നാളെയാണ്. ശ്രുതി ചമ്മിപ്പോകും ചെയ്യും കേട്ടോ. ശ്രുതിയാണെങ്കിൽ ബാഗും സാധനങ്ങളൊക്കെ തൂക്കി എടുത്തുകൊണ്ട് വരുമ്പോൾ അമ്മായി പ്രീതിനെ മാത്രം കൂട്ടിക്കൊണ്ടുവന്ന് അവിടുന്ന് പോവും. അത് കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ആ ഭാഗങ്ങളായിരിക്കും. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അത് കൊടുത്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.